കോഴിക്കോടിന് വലിയ പ്രത്യേകതകളുണ്ട്. ഈ മണ്ണിലാണ് ദേശീയ പ്രസ്ഥാനങ്ങളുടെ വിത്ത് പാകപ്പെട്ടത്. കഴിഞ്ഞ ദിവസം ചില ആളുകൾ ഭാഷയെക്കുറിച്ചൊക്കെ ഇവിടെ വലിയ ചർച്ചകൾ നടത്തുന്നത് കേട്ടു, പ്രതിപക്ഷ നേതാവും മറ്റും. അവർക്കറിയില്ല കേരളത്തിൽ ഈ കോഴിക്കോടിന്റെ മണ്ണിൽ, സാമൂതിരിയുടെ മണ്ണിൽ, നാഗ്പൂരിൽ നിന്നൊരാൾ ഒറ്റയ്ക്ക് ഇവിടെ വന്ന് 1942 ഇതിന്റെ വിത്ത് പാകിയതാണ്. ആ വിത്താണ് പടർന്ന് പന്തലിച്ച് ഇന്ന് കേരളത്തിലെ ഒരു വലിയ മഹാവൃക്ഷമായിട്ട് മാറിയിരിക്കുന്നത്. അല്ലാതെ ഇത് ഇന്നലെ പെയ്ത മഴയ്ക്ക് മുളച്ചു പൊങ്ങിയ ഒരു തകരയല്ല. എത്രയോ വർഷത്തെ കഠിനാധ്വാനത്തിന്റെ, സഹനങ്ങളുടെ, ബലിദാനങ്ങളുടെ, പോരാട്ടങ്ങളുടെ ഫലമായിട്ടാണ് നാം ഈ സ്ഥിതിയിലെത്തിയിരിക്കുന്നത്. വലിയ ഉത്തരവാദിത്തമാണ് ഇത് നമ്മെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നത്. 6 മാസം കഴിഞ്ഞാൽ തദ്ദേശ തെരഞ്ഞെടുപ്പും അതിനൊരു 5 മാസം കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പും വരികയാണ്. നമ്മുടെ പുതിയ നേതൃത്വത്തിന്, ബൂത്ത് തലം മുതൽ സംസ്ഥാന തലം വരെ ഇപ്പോൾ നിശ്ചയിച്ചിട്ടുള്ള പുതിയ നേതൃത്വത്തിന് മുമ്പിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയായിട്ട് അത് നിൽക്കുന്നു. അധ്യക്ഷനോട് സൂചിപ്പിച്ചു കഴിഞ്ഞു എന്താണ് അതിനുള്ള പരിഹാരം എന്നുള്ളതിനെ സംബന്ധിച്ച്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും എല്ലാമുള്ള നമ്മുടെ പ്രകടനത്തെ വിലയിരുത്തിക്കൊണ്ടുള്ള വിശാലമായിട്ടുള്ള ഒരു റോഡ് മാപ്പ്, നമ്മുടെ ജനകീയ അടിത്തറയെ ആസ്പദമാക്കിയിട്ടുള്ള വിശാലമായ ഒരു റോഡ് മാപ്പ് തയ്യാറാക്കി നാം മുമ്പോട്ട് പോവുകയാണ്. അതിനുള്ള മുന്നണി പോരാളികളായി അടുത്ത 1 വർഷം പൂർണ്ണമായിട്ടും ഒരൊറ്റ ലക്ഷ്യത്തിലേക്ക് എല്ലാ മനസ്സും, എല്ലാ കൈകളും, എല്ലാ ശരീരവും ഒരൊറ്റ ലക്ഷ്യത്തിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ പുതിയ അധ്യക്ഷന്റെ സ്വപ്നം ഒരു പകൽക്കിനാവായിരിക്കില്ല, ഒരു യാഥാർത്ഥ്യമായി മാറും എന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ നമുക്ക് മുന്നോട്ട് പോകാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഭാരത് മാതാ കി